മരിച്ച നിലയിൽ കണ്ടെത്തിയ വയനാട് DC ട്രഷറർ NM വിജയൻ 1 കോടി രൂപയോളം സാമ്പത്തിക ബാധ്യതയെന്ന് പോലീസ്. ബത്തേരി അർബൻ ബാങ്കിലും കോഓപ്പറേറ്റീവ് ബാങ്കിലും ബാധ്യതയുണ്ടെന്നാണ് കണ്ടെത്തൽ. DCC ട്രഷററായിരുന്ന NM വിജയന് 14 ബാങ്കുകളിലാണ് അക്കൗണ്ടുകൾ. വിശദാംശങ്ങൾ തേടി 14 ബാങ്കുകൾക്ക് അന്വേഷണ സംഘം കത്ത് നൽകിയിരുന്നു. ഇതിൽ ബത്തേരി അർബൻ ബാങ്ക്, കോഓപ്പറേറ്റീവ് ബാങ്ക്, പഞ്ചാബ് നാഷണൽ ബാങ്ക് എന്നിവിടങ്ങളിലെ വിവരങ്ങൾ ലഭിച്ചു. ഇതിൽ അർബൻ ബാങ്കിലും കോഓപ്പറേറ്റീവ് ബാങ്കിലും മാത്രം ബാധ്യത 1 കോടിയോളം രൂപയാണ്. എങ്ങനെയാണ് ബാധ്യത വന്നത് എന്നതിനെക്കുറിച്ച് പോലീസ് അന്വേഷണം തുടരുകയാണ്. അതേസമയം ബത്തേരി അർബൻ ബാങ്ക് കേന്ദ്രീകരിച്ച നിയമനക്കോഴ ആരോപണം സ്ഥിരീകരിക്കുകയാണ് ചെയർമാനും DCC ജനറൽ സെക്രട്ടറിയുമായ DP രാജശേഖരൻ. നിലവിൽ CPIM നടത്തുന്ന സമരം പുകമറ സൃഷ്ടിക്കാനെന്നും രാജശേഖരൻ ആരോപിച്ചു. ആ അന്വേഷണത്തിൽ 23 പേരുടെ അടുത്തു നിന്ന് ഞങ്ങൾ മൊഴിയെടുത്തു. ആ മൊഴിയെടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ചില ആൾക്കാർക്ക് ഇതുമായി ബന്ധമുണ്ട് എന്ന് ഞങ്ങൾക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. ഇതിൻ്റെ അകത്ത് ഭാഗവാക്കുകളായവർ അതിനെ നിയന്ത്രിക്കുന്നു. കാലഘട്ടങ്ങളിൽ ഓരോ സമയത്തും ഈ അഴിമതി ആരോപണം പുറത്തു വരുമ്പോൾ അത് ഡൈവേർട്ട് ചെയ്ത് വിടുന്നു. ഒരിക്കൽ ഒരു RP ശിവദാസ് ആയിരുന്നെങ്കിൽ ഇന്ന് IC ബാലകൃഷ്ണനായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ചിത്രം അതിലേ പോവും. ഇതിന് നേതൃത്വം കൊടുത്തവരൊക്കെ രക്ഷപ്പെട്ടു മുന്നോട്ട്. അതേസമയം IC ബാലകൃഷ്ണൻ MLA ആണ് NM വിജയനെ ഇടനിലക്കാരനാക്കി നിയമനക്കോഴ വാങ്ങിയത് എന്ന ആരോപണമാണ് CPIM ഉയർത്തുന്നത്. IC ബാലകൃഷ്ണൻ MLA സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് CPIM പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു. 24 വയനാട്.